Yes, Sudhi, good morning. ഞാൻ ലേറ്റ് ആയതല്ല, ഞാൻ 10:30 കൂടെ ഉണ്ട്. പക്ഷേ നെറ്റ് ഉണ്ടായില്ല. 11:30 കഴിഞ്ഞപ്പോ നെറ്റ് പോയതാണ്. ഫസ്റ്റ് അവർ കഴിഞ്ഞപ്പോ നെറ്റ് പോയി. യെസ്. Nilisha, good morning. Suyashmi, good morning. Sudhi. Yes. Okay. നമുക്ക് ആരംഭിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി പറയുകയാണ്. ഞാൻ 10:30 ഇവിടെ ഉണ്ട്. 11:00 മുമ്പായിട്ട് നെറ്റ് കണക്ഷൻ പോയി. അതിപ്പോഴാണ് വന്നത്. അതുകൊണ്ടാണ് ലേറ്റ് ആയത്, അല്ലാതെ ടെക്നിക്കലായിട്ടുള്ള കാരണമാണ്. യെസ്. ഓക്കെ സുധി. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അറിയോ? ഓക്കെ. ഓക്കെ 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 അഞ്ജന. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ ഹീര. അപ്പൊ പാസീവ് വോയിസിനെ കുറിച്ച് സാനു ഗുഡ് മോർണിംഗ്. പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസിനെ കുറിച്ച്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ ഈസ് അല്ലെങ്കിൽ ഓബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ ഓബ്ജക്റ്റ് കഴിഞ്ഞ് വില്ലോ ഷാല കഴിഞ്ഞ് ബി കഴിഞ്ഞ് പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് കിടക്കുന്നത് അടുത്ത ഒരു ടെൻസിലേക്കാണ്. അടുത്ത ഒരു ടെൻസ് ഒരു വാചകം ഒരിക്കും. അയാൾ ഓർഡറിങ്, ORDERING, ഓർഡറിങ് a cake, CAKE, cake. I am ordering a cake. ഓക്കെ. അപ്പൊ നമ്മൾ പുതിയൊരു ടെൻസിലേക്ക് വന്നിരിക്കുകയാണ്. ഐ ആം ഓർഡറിങ് എ കേക്ക്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏത് ടെൻസാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള 12 ടെൻസുകളിലെ ഓക്കെ ശ്രുതി കറക്റ്റ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ വരും. ആ പ്രസന്റ് കണ്ടിന്യൂസ് വരും എന്നുള്ള ശ്രുതിക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ശ്രുതി ചിന്തിച്ചു സബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞ് പിന്നെ വെർബ് പിന്നെ വെർബിന്റെ കൂടെ ഏജ്. ഓക്കെ ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. ഓക്കെ താങ്ക്സ് ചെയ്യാൻ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാവും. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് അതിന്റെ കൂടെ ഏജ്, ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. യെസ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇവിടെ സബ്ജക്റ്റ് ഐ ഉണ്ട്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിൽ നിന്ന് ഈസ് ആം ഉണ്ട്, പിന്നെ ഓർഡർ എന്നുള്ളതിന്റെ കൂടെ ഏജ് ഓർഡറിങ് എന്നാണ് മേക്കപ്പ്. അപ്പൊ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ വേറൊരു രീതിയാണ്. നിങ്ങൾക്കറിയാം, ആദ്യം നമ്മൾ ഇതിൽ എന്ത് കണ്ടുപിടിക്കണം? ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കോമൺ ആണ്, ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. പിന്നെ ഐ എന്നുള്ളത് മീ ആവും, ദേ എന്നുള്ളത് എം ആവും എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊരു വ്യത്യാസമില്ല, അതൊക്കെ അതുപോലെ തന്നെ. അത് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കും. ഈസ്, ആം, ആർ, ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കും. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ് എന്ന് ചേർക്കണം.
BEING, BE എന്ന് ചേർക്കാം. അത് ഓക്കെ ശ്രീലക്ഷ്മി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, അത് കഴിഞ്ഞതിന് ശേഷം BEING, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ ശ്രുതി, ഓക്കെ ദാൻസിയ, എന്താ ഓർഡർ ചെയ്യുന്നത്? ഒബ്ജക്റ്റ് കിട്ടി, എ കേക്ക്. എ കേക്ക് ഈസ് ബീയിങ്, ഓർഡർ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ordered, ORDERED, ordered by me. A cake is being ordered by me. സിമ്പിൾ അല്ലേ? വെരി വെരി സിമ്പിൾ. അപ്പൊ ഇങ്ങനെ ഒരു വാചകം എവിടെയെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസ് ആണ്. ആ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ പാസീവ് വോയിസിന്റെ ഫോമിൽ എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് മനസ്സിലാക്കണം. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അത് പാസീവ് വോയിസിൽ എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആദ്യം പറഞ്ഞ 12 ടെൻസുകളിലായിട്ടാണ് ഇംഗ്ലീഷിൽ വാചകം എഴുതാൻ പറ്റുള്ളൂ. ആ 12 ടെൻസുകളിലല്ലാതെ ഇംഗ്ലീഷിൽ വാചകം എഴുതാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇങ്ങനെ കാണുന്നത് ആ ടെൻസിന്റെ പാസീവ് വോയിസ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഒന്നൊരു വാചകം നമുക്ക് നോക്കാം. ആദ്യത്തെ വാചകം ഇതാണ്. ഓക്കെ ശ്രുതി, somebody is, ചോദ്യം എഴുതിക്കോളൂ. somebody is boiling, BOILING, തിളപ്പിക്കുക. somebody is boiling the water, boiling the water, WATER, water. Somebody is boiling the water. Yes. എഴുതിക്കോളൂ. ഓക്കെ ശ്രുതി, ഓക്കെ ദാൻസിയ. ഓക്കെ ശ്രീലക്ഷ്മി, ഓക്കെ വിനീഷ. ഓക്കെ ഹീര, കറക്റ്റ് ആൻസർ. യെസ്, അപ്പൊ ഇതിന്റെ ആൻസർ ഇത് വരും. The water is being boiled by somebody. Yes, Arjun. Someone is teaching, TEACHING, teaching them, THEM, them at present, at PRESENT, at present. Someone is teaching them at present. Okay. പറയാം ശ്രീലക്ഷ്മി. Someone is teaching, TEACHING, teaching them, THEM, them at present, PRESENT. ആരോ ഇപ്പോൾ അവരെ
പഠിപ്പിക്കുകയാണ്. ഓക്കെ തൻസിയ. ഓക്കെ സുധി, ഒരു പ്രശ്നം കൂടി ചേർത്തല്ലേ ആ ബൈക്ക് തൊട്ട് മുമ്പായിട്ട്. at present ആ ബൈക്ക് തൊട്ട് മുമ്പാട് ചേർത്താൽ മതി. at present കോമ ബൈക്കിലല്ല. യെസ്, അപ്പൊ ഞാൻ ആൻസർ വായിക്കാം. ഓക്കെ ഹീര, ഓക്കെ വിനീഷ. someone is teaching them at present. അപ്പൊ them ആണ് ഒബ്ജക്റ്റ്, them ഇങ്ങോട്ട് മാറുമ്പോൾ they ആയി. അപ്പൊ എങ്ങനെ വരും? they are being being taught, TAUGHT. ചില ആളുകൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി, കറക്റ്റ് ചെയ്യാം. TAUGHT, taught at present by someone. ഓക്കെ, ഒന്നുകൂടി ചെയ്യാം. He is making MAKING. He is making paper, PAPER, paper boats, BOATS, boats. Now, NOW. I will repeat. He is making paper boats now. He is making paper boats now. He is making paper boats now. Okay, thanks here. ആ ബൈക്ക് തൊട്ട് മുമ്പായിട്ട് നൗ തരണം. കാരണം ബൈ തൊട്ടിക്കുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. വരത്തെ നവും കൂടി വിട്ടുപോകും. ഓക്കെ സുധി. ഓക്കെ ശ്രീലക്ഷ്മി. ഓക്കെ, സിമ്പിൾ ആണ്.
ഓക്കെ ഹീര. ഓക്കെ. ഞാൻ ഇനി കുറച്ച് വ്യത്യാസമുള്ള സെന്റൻസ് പറയും. നിങ്ങൾ ആലോചിച്ചാൽ മതി. സിമ്പിൾ ആണ്, നിങ്ങൾ ആലോചിച്ചത്. ഓക്കെ സാനു, ചോദ്യം ഇതാണ്. ഈസ് എനിവൺ teaching me now? NOW. I will repeat. Is anyone teaching me now? Question mark. Okay, change into passive. Is anyone teaching me now? Is anyone teaching me now? Okay, then Sia, very good. Okay, so the TAUGHT 9. Yes, okay, Sanu. Okay, Vinisha, correct. Okay, correct. Okay, seriously, correct. Question mark. They are not troubling, TROUBLING, troubling me, me now, NOW. They are not troubling me now. Okay, then see, very good. Okay, Sanu. Okay, Sundhi. Okay, Kira. Okay, simple അല്ലേ? ഞാൻ മാറ്റി പിടിക്കട്ടെ. Is anybody, അടുത്ത മോഡല്, is anybody helping me
at present. Is anybody helping me at present? Is anybody not helping me? Not helping me at present. Okay, that's clear. Okay, Sudhi, very good. Excuse me, ഒരു വാക്കിന്റെ അത് വിട്ടുപോയിട്ടുണ്ട്. Okay, here. Okay, Sanu. Okay, അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? I not being helped at present. Yes. ചെറിയൊരു വ്യത്യാസം. Isn't, ISN apostrophe T. Isn't anybody, ANYBODY, anybody helping me now. I will repeat. Isn't anybody helping me now? Elsia, ഒന്നുകൂടി നോക്കി. Isn't anybody, അതുപോലെ തന്നെ പാസീവ്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ശ്രുതി, ഒന്നുകൂടി ആലോചിക്കും. ക്വസ്റ്റ്യൻ ടാഗിന്റെ ലെവലിൽ ചിന്തിക്കും. പഴയ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് അറിയാവുന്നതിന്റെ കൂടി ഒരു ലെവൽ വെച്ച് ചിന്തിക്കും. പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗും കൂടി ഒന്ന് മനസ്സിലാക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റുപിടിക്കും. ക്വസ്റ്റ്യൻ ടാഗോ ടാഗ് ക്വസ്റ്റ്യൻ കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റുപിടിക്കില്ല. അവിടെയാണ്
തുടക്കത്തില് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ശ്രീലക്ഷ്മി. ഫാൻസിയ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. യെസ്, ഓക്കെ. ഹീര ഒന്ന് ആലോചിക്കൂ. ഞാൻ ആരുടെ നിന്ന് കറക്റ്റ് വരുമോ എന്ന് അറിയാൻ വേണ്ടി അവർക്ക് ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ്. യെസ്, അപ്പൊ ആൻസർ പറയട്ടെ, അങ്ങനെ ഇതിലേക്ക് വരാം. യെസ്, ഓക്കെ 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 ഓക്കെ. പക്ക കറക്റ്റ് ആയിട്ട് ആരും വന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഓക്കെ. Isn't ISN'(T) anybody helping me now? അപ്പൊ നമുക്ക് ഒബ്ജക്റ്റ് കിട്ടി. മീ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ആരെ? എന്നെ. അപ്പൊ അത് ഇങ്ങോട്ട് വരുമ്പോ എന്തായി? ഐ ആയി. ഐയുടെ കൂടെ വരുന്നത് എന്താണ്? ഈസ് വരും, ആം വരും, ആറ് വരും. ആം വരും. ഓക്കെ ലക്ഷ്മി, ആം വരും. പിന്നെ നമുക്ക് നോക്കിയേ, ഐയുടെ കൂടെ ആം വരും എന്ന് നമുക്കറിയാം. പിന്നെ ഈസിന്റെ എന്നാവുന്നതിന്റെ പേരില് ആ ആമിന്റെ കൂടെ എന്തുകൂടി ചേർക്കണം? ഒരു നോട്ടും കൂടി ചേർക്കണം. അപ്പൊ ആം പ്ലസ് നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ആമിന്റെ ആമിൻഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻ്റെ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ആമിൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇംഗ്ലീഷിലില്ല. ആമൈ എന്ന് പറയും, അത് കറക്റ്റാണ്. പക്ഷെ ആമിൻഡൈ എന്ന് പറയാറില്ല. ആമിൻഡൈ എന്ന് പറയേണ്ട എല്ലാ സ്ഥലത്തും ആറിൻഡൈ എന്നാണ് ഉപയോഗിക്കാറ്. യെസ്, ഓക്കെ ഓക്കെ, ആറിൻഡൈ എന്ന് ഉപയോഗിക്കാറ്. ആറിൻഡൈ, ആമിൻഡൈ എന്നാണ് പറയേണ്ടത്, പക്ഷെ അവിടെ അങ്ങനെ എഴുതാത്തതുകൊണ്ട് ആറിൻഡൈ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ആറിൻഡ് ഐ ബീങ് ഹെൽപ്ഡ് നൗ. ഇതാണ് കറക്റ്റ് ആൻസർ. ആറിൻഡ് ഐ. എന്തുകൊണ്ട് ആറ് വന്നു എന്നുള്ള ആമിൻ്റെ ആണ് വരേണ്ടത്. ആമിൻ്റെ വേർഡ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആറിൻ്റെ ഉപയോഗിച്ചത്. ആമിൻ്റെ ഉപയോഗിക്കേണ്ട എല്ലാ സ്ഥലത്തും ആറിൻ്റെ ആണ് ഉപയോഗിച്ചത്. അതിന്റെ ആൻസർ ആറിൻഡ് ഐ ബീങ് ഹെൽപ്ഡ് നൗ. അടുത്തത് ഈസിന്റെ. ഓക്കെ ശ്രുതി, ഈസിന്റെ ISN. ഓക്കെ ശ്രീലക്ഷ്മി, കറക്റ്റ് കറക്റ്റ്. അടുത്തത് അടുത്തത് ഈസിന്റ് എനിബഡി. Isn't anybody observing? OBSERVING. Observing her. It's here, her. Okay, I will tell you. Isn't anybody observing her? Isn't anybody observing her? Isn't anybody observing her? ശ്രീലക്ഷ്മി കയ്യിൽ പോയി തുടക്കത്തിൽ ചെറിയ മിസ്റ്റേക്ക്. നോക്ക് 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 നോക്ക്. അപ്പോഴും പോയി. മറക്കല്ലേ? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, ബി വെർബ് ഓഫ് വേർഡ്സ്. വിനീഷ ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചത് തെറ്റുവെച്ചു.
Sanu, very good. Okay, then see ya. Now it is correct. Okay, Sudhi, now correct. Okay, Srilashmi. Yes. Correct. Appa answer എന്താ വരും? Hair അല്ലേ ഒബ്ജക്റ്റ്. ആ ഹെയർ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഷീന്നാക്കി മാറ്റാം. ഹിം ആയിരുന്നെങ്കിൽ നമുക്ക് ഹിസ് ഹി ആക്കി മാറ്റാമായിരുന്നു. യെസ്. അപ്പം ഈസിന്റ് ഷീ ബീയിങ് ഒബ്സർവ്ഡ് ബൈ എനിവൺ. ഓക്കെ ഹീര കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ഒരു ടെൻസിന്റെ കൂടി പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ നോക്കി. ആ നോക്കിയത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ആണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഇല്ല, അത് മാറില്ല. ഈസിന്റെ അല്ലേ? യെസ്. അതിന് തൊട്ട് മുകളിൽ ചെയ്തപ്പോൾ നമ്മൾ അത് തന്നെയല്ലേ വന്നേ. ആമിന്റെ അതിന് തൊട്ട് മുകളിൽ നമുക്കൊരു ആറിന്റെ ഉപയോഗിച്ചില്ലേ, ആമയും. Yes. Yes. Okay. So now I ask you some questions. ഇത് വേറൊരു രീതിയിലുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? ഇതിനെന്താണ് വിളിക്കുന്നത്? ഇതാണ് എന്റെ ചോദ്യം. വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? യെസ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഈസ് ബി. ബി മീൻസ് ബോയ്സ്. ബി. ബിയിലാണ് നമ്മൾ. ഓക്കെ ഓക്കെ സാനു, ബിയിലാണ് ഉള്ളത്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ബിയിൽ ആരംഭിക്കുന്ന വേർഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ശ്രീലക്ഷ്മി. 1,000 million. 1,000 million is called dash. Srilakshmi, Sudhi, Sanu. Srilakshmi, Sudhi, and Sanu. Okay, it is called billion. ene parayunna per endana? Billion. Aduthathu no hair. HAIR, no hair. It is called dash. It is called Sudhi, Tansiya, Srilakshmi. Sudhi, Tansiya, and Srilakshmi. Correct answer. That is called bald. Kashandi, bald. Next question. A group of musicians. A group of musicians. Srilakshmi, Sudhi, Sanu. Srilakshmi, Sudhi, and Sanu. Correct ആണ്. അഞ്ച് ഹീര കറക്റ്റ് ആണ്. It is called a band. Band music.
what is the British batch? Yes, British batch. Next question, very easy question. A long yellow fruit. Sudhi, Srilashmi, Hira. Sudhi, Srilashmi, Hira. So correct answer. Sanu, correct answer. Sanu. Yes, Sanu. Yes. Srilashmi, correct answer. That is called banana. Simple, very simple, very simple. அடுத்தது simple ആണ്. A flying animal that looks like a mouse. That looks like a mouse. Sanu, Sudhi, Tansi. Sanu, Sudhi, Tansi. Yes, that is called bat. Yes. Next question. That is also very easy question. A cricket player that uses a bat. That uses a bat. Correct answer വന്നിട്ടില്ല. Hira, correct answer. Hira, Sanu. പിന്നെ ആരായിരുന്നു? Hira, Sanu, Sudhi. Yes, okay. Yes, okay. Yes. Batsman ആണ്. ബാളല്ല. A cricket player that uses a bat. Bat ഉപയോഗിക്കുന്നതാണ് batsman. അടുത്തത്. An iconic, ICONIC, an iconic superhero from DC world. An iconic superhero from DC world. DC, capital, DC world. Sudhi, correct answer. Sudhi, Sanu, Tansia. Sudhi, Sanu, and Tansia. Okay, here, correct. ഞാനത് നിങ്ങൾ പറയൂലെന്ന് വിചാരിച്ചിട്ട്. യെസ്. അടുത്തത് കൊച്ചുകുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എങ്കിലും ഞാൻ ചോദിക്കുന്നത് മാത്രമേ. Opposite of small. Srilashmi, Hira, Sudhi. Srilashmi, Hira, and Sudhi. അല്ലേ? സാനുണ്ട്. Yes, okay. Very good. Yes. Thanks, Shayla. Yes. Okay. Yes. Very good. അടുത്തത് ഞങ്ങൾ മീനിങ് ആണ് പറയുന്നത്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയാം. Demanding something from someone by threatening them. Demanding something from someone by Sanu, Tasniya, and Srilashmi. Sanu, Tasniya, and Srilashmi. Okay. Correct answer. The answer is called blackmail. Okay, here, correct answer, blackmail. ഭീഷണിപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ അത് ബ്ലാക്ക്മെയിലിംഗ്. Yes. Next question, very simple. Opposite of good. Sudhi, Srilashmi, Hira. Sudhi, Srilashmi, and Hira. Okay,
The answer is Sanu Anjana is the correct answer. Answer is bad. Good, bad. Yes. Other. A snow, S-N-O-W, snow, storm, S-T-O-R. A snow, storm, S-T-O-R-M. ഇത് ഉത്തരം പറയുന്ന ആദ്യം പറയുന്നതാണ് ഞാൻ സമ്മതിച്ചു. ഓ അതല്ല ശ്രീലക്ഷ്മി ധനശ്രീ, അതിന് അർത്ഥമുണ്ടാകുന്ന നമ്മൾ നോക്കണം. പക്ഷെ വേറൊരു പേരുണ്ട്. എ സ്നോ, S-N-O-W, സ്നോ, സ്റ്റോൺ, S-T-O-R, സ്നോ, സ്റ്റോൺ. Yes, Sudhi, very good. Sudhi, Srilakshmi. രണ്ടുപേരുള്ളൂ അല്ലേ? Tansiya. Sudhi, Srilakshmi, Tansiya. Correct ആണ്. Blizzard ആണ്. B-L-I-Z-Z-A-R-D. Blizzard. A snowstorm. മഞ്ഞു പോലെ പെയ്യുന്ന കൊടുങ്കാറ്റ്. യെസ്. അടുത്തത്. The color of morning sky. The color of morning sky. Sanu Srilakshmi Hira. Sanu Srilakshmi Hira. Is the correct answer? Yes. And that is called blue. Then last question. Red liquid from your body. Sudhi, Srilakshmi, Hira. Sudhi, Srilakshmi and Hira. Yes. അപ്പൊ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. യെസ്. മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. യെസ്. അപ്പൊ ഞാൻ പറയാം. ഹീര, യു ഗോട്ട് 6 points. 6 points കിട്ടിയിട്ടുണ്ട്. Tansiya, you also got 6 points. 6 points കിട്ടിയിട്ടുണ്ട്. സാനുവിന് 9 points കിട്ടിയിട്ടുണ്ട്. You got 9 points. ശ്രീലക്ഷ്മിക്ക് 10 points കിട്ടിയിട്ടുണ്ട്. 10 points ശ്രീലക്ഷ്മി കിട്ടിയിട്ടുണ്ട്. ശ്രുതിക്ക് 11 points കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ശ്രുതിയാണ് ടോപ്പ് സ്കോറർ. യെസ്. ഓക്കെ. തൊട്ടുപുറകില് ശ്രീലക്ഷ്മി, അതിന്റെ തൊട്ടുപുറകില് സന. യെസ്. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു സെൻസിന്റെ പാസീവ് വോയിസുമായിട്ട് നോക്കിയിട്ട് കുറച്ച് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ച് നമുക്ക് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. We will meet in the next class. Okay, Sudhi, have a nice day. Thank you. Okay, Hira.